ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത്. ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് സ്വന്തമായി 2 പശുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. മോനെ കിച്ചു, കറുമ്പി പശുവിന് ആ പുല്ലെടുത്ത് കൊടുക്ക്. ശരി മുത്തശ്ശി. മുത്തശ്ശി, നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം. നാളെയോ? ഇന്നലെയല്ലേ നമ്മൾ പോയത്? അത് സാരമില്ല മുത്തശ്ശി, നാളെയും പോകാം. ശരി ശരി. ഈ കുട്ടിയുടെ ഒരു കാര്യം, നിനക്ക് വെള്ളത്തിൽ കളിക്കാനല്ലേ? പോ മുത്തശ്ശി, ഞാൻ വെള്ളത്തിനൊന്നും കളിക്കില്ല. എടാ കൊച്ചു കള്ള, ഇങ്ങനെ മുത്തശ്ശിയോട് നുണ പറയാമോ? ആ സമയം ഗ്രാമപാതയിലൂടെ ഒരു ഭിക്ഷക്കാരൻ വിശന്നു നടന്നു വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു. അയ്യോ അയ്യോ, നടന്ന് ഒരുപാട് തളർന്നേ, വിശന്നിട്ട് വയ്യായേ. ഞാനൊരു ഭിക്ഷക്കാരനാണേ, എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യായേ. ശരി ശരി, നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം തരാം. ഓ, ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. അതൊന്നും സാരമില്ല, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം. അതെയോ? എങ്കിൽ നിങ്ങളുടെ മാലയും എടുക്ക് വൃദ്ധ സ്ത്രീ, ഇല്ലെങ്കിൽ. ആഹാരം കഴിച്ചു തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി. അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി. അത് കണ്ട് പാവം മുത്തശ്ശിയും കിച്ചുവും ഭയന്നുപോയി. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ പാവങ്ങളാണ്. എങ്കിൽ ഇങ്ങെടുക്ക് വൃദ്ധ സ്ത്രീ നിങ്ങളുടെ മാലയും വളയും. മുത്തശ്ശി, ഇതൊക്കെ അതിന് സ്വർണമാണോ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണമെല്ലാം മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന്. എന്ത്? സ്വർണമല്ലാത്ത മാല ഊരിത്തന്നു പറ്റിക്കാൻ നോക്കുന്നു? ഞാൻ വിഡ്ഢിയാണെന്ന് കരുതിയോ? എവിടെയാ മുറി? മാറി നിൽക്കും. മുത്തശ്ശിയുടെ കൊച്ചു മിടുക്ക, നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം. നിക്ക് മുത്തശ്ശി, 2 ദിവസം കള്ളം മുറിയിൽ പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടാം. അത് ശരിയാ. നമ്മൾ അവന് വിശപ്പിന് ആഹാരം കൊടുത്തപ്പോ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു. അതെ മുത്തശ്ശി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി. 2 ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു. കള്ളൻ ആകെ തളർന്നിരുന്നു. അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാട് കടത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു.
കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോകാക്കേ പോ. ആ മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോ എന്തോ സംശയം തോന്നി. മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടം വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ? മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വരാ, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പവാ. ഇത് നിങ്ങൾക്കുള്ളതാ. വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ, വാ, വന്ന് കഴിച്ചോ. സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി.
പണ്ട് പണ്ട് ഒരു നാട്ടിൻ പുറത്ത് 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. വെളുമ്പനും കറുമ്പനും. അവര് 2 പേരും വലിയ കുസൃതിക്കാരായിരുന്നു. തക്കം കിട്ടിയാൽ അവരാഹാര സാധനങ്ങൾ കട്ട് തിന്നും. അങ്ങനെ ഇരിക്കെ വെളുമ്പനും കറുമ്പനും മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കടന്നു. അവർക്ക് അവിടെ നിന്ന് ഒരു നെയ്യപ്പം കിട്ടി. കയ്യിൽ കിട്ടിയ നെയ്യപ്പവുമായി വെളുമ്പനും കറുമ്പനും പുറത്തിറങ്ങി. ആ നെയ്യപ്പം പങ്കിട്ടെടുക്കാൻ അവര് തീരുമാനിച്ചു. അങ്ങനെ കറുമ്പൻ അത് 2ആയി പകുത്തു. അപ്പോഴോ ഒരു കഷണം വലുതും ഒരു കഷണം ചെറുതും. വലിയ അപ്പക്കഷണത്തിനായി ഇരുവരും കലഹിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു കുട്ടിക്കൊരങ്ങൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി വന്ന് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പരിഹരിക്കാം. ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇത് ഞാൻ നിങ്ങൾക്ക് തുല്യമായി പങ്കുവെച്ചു തരാം. ഓ, ഇതൊരൽപ്പ വലുതാണല്ലേ. ഇതാ പിടിച്ചോ. ഇതൊരൽപ്പ വലുതാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പോഴോ? പിന്നെയും കുഴഞ്ഞല്ലോ. അങ്ങനെ സൂത്രത്തിൽ അപ്പം മുഴുവൻ കൊരങ്ങൻ വയറ്റിലാക്കി. എന്നിട്ട് അടുത്തുള്ള മരത്തിലേക്ക് ചാടിക്കയറി. ഇളിഭ്യരായ പൂച്ചക്കുട്ടികൾ തലയും താഴ്ത്തി നടന്നുപോയി. ഹായ് മുത്തശ്ശി, ഈ നെയ്യപ്പത്തിന് എന്തൊരു മണമാണ്. എങ്ങനെയാണ് മുത്തശ്ശി ഈ നെയ്യപ്പത്തിന് ഇത്രയും രുചി വരുന്നത്? നെയ്യപ്പം കൊള്ളാവോ? ഇഷ്ടമായോ? എന്ത് രുചിയാണ് ഇതിന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി, ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും ഒക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാ. ഇങ്ങനെയാ നെയ്യപ്പം ഉണ്ടാക്കുന്നത്.
നല്ല രസമുണ്ട് കേൾക്കാൻ. അയ്യോ, മുത്തശ്ശി എന്റെ നേപ്പം കാക്ക തട്ടിക്കൊണ്ടുപോയി. അയ്യോ വേണ്ട മോളെ, കരയണ്ട. മുത്തശ്ശി മോൾക്ക് വേറെ തരാം. നല്ല മണം വരുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിൽ ഇത് എവിടെ നിന്നാണ് നെയ്യപ്പത്തിന്റെ മണം? ഓ, കൊതി കൊണ്ടെന്റെ വായിലൂടെ ഇപ്പൊ കപ്പലോടിക്കാം. ഓ, അപ്പോൾ അവിടെ നിന്നാണ് ഈ മണം. ഈ കാക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ നെയ്യപ്പം? ഇവളോട് കുറച്ച് ചോദിച്ചാലോ? മുഴുവനും ചോദിച്ചാൽ തരില്ല. പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചാൽ ആ നെയ്യപ്പം തട്ടിയെടുക്കാം. ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. ഇതെന്താ കുറുക്കച്ച പാട്ടൊക്കെ പാടി? നല്ല സന്തോഷത്തിലാണല്ലോ. ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. പാട്ട് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. നന്നായിട്ടുണ്ട്. പക്ഷേ ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. ശരിയാണോ? ആണോന്നോ? എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിലിനു പോലും ആവില്ല. എങ്കിൽ കാക്കപ്പെണ്ണേ, നീ ഒരു പാട്ട് പാടാമോ? ഇതാണോ നിന്റെ പാട്ട്? ഇതിന് ടെമ്പോ പോരാ, സംഗതി തീരെയില്ല. ഓ, ഒന്ന് വ്യക്തമായി പാടൂ, അപ്പം കിട്ടും. അപ്പങ്ങളും പാടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പം കിട്ടുമെന്ന്. അപ്പം എനിക്ക് തന്നെ കിട്ടി. ഒരിക്കൽ പുഴവക്കത്തെ ഒരു തേന്മാവിൻ കൊമ്പിൽ കൂട്ടുകാരായ തത്തമ്മയും അണ്ണാറക്കണ്ണനും ഇരിക്കുകയായിരുന്നു. തത്തപ്പെണ്ണെ, നീ ഇന്ന് നെന്മണി പാടത്ത് നെല്ല് തിന്നാൻ പോയില്ലേ? അവിടേക്ക് തന്നെയാണ് പോകുന്നത് ചങ്ങാതി. അവിടത്തെ വാഴത്തോട്ടത്തിൽ നല്ല തേനുള്ള വാഴക്കൂമ്പുകളുണ്ട്. അത് നിന്നോട് പറയാനായി വന്നതാണ്. അതെയോ? എന്നാൽ ഇന്ന് നിന്നോടൊപ്പം ഞാനും വരാം. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. താഴെ പുഴയിലൂടെ ഒരു ഉറുമ്പ് ഒഴുകി വരുന്നു. എങ്ങനെയോ കാൽ തെറ്റി വീണ ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട തത്തമ്മ വേഗം മരക്കൊമ്പിൽ നിന്ന് പറന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. മുങ്ങിത്താഴ്ന്ന ഉറുമ്പിനെ കണ്ട തത്തമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തത്തമ്മ പെട്ടെന്ന് കരയിലേക്ക് പറന്ന് ഒരു പച്ചില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഇലയിൽ പിടിച്ചു കയറി ഉറുമ്പ് സുരക്ഷിതനായി.
അവശനായ പാവം ഉറുമ്പിനെ ആ തത്തമ്മ ഇലയോടെ കൊത്തിയെടുത്ത് കരയിലേക്ക് കയറ്റി. തത്തപ്പണ്ണേ, നീ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുഴയിൽ മുങ്ങി മരിച്ചു പോയേനെ. ആ സമയത്ത് നിന്നെ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. നിന്റെ ഭാഗ്യമോ? അതെ, അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം തന്നെയാണ്. കുഞ്ഞുറുമ്പേ, നീ എങ്ങനെയാണ് ഈ പുഴയിൽപ്പെട്ടത്? ഞാൻ അക്കരെയുള്ളൊരു മരത്തിൽ തേനെടുക്കാൻ കയറിയതാണ്. അപ്പോൾ എൻ്റെ കാൽ വഴുതി പുഴയിലേക്ക് വീണു. ശ്രദ്ധയില്ലാതെ മരത്തിൽ കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും തക്ക സമയത്ത് തത്തപ്പെണ്ണ് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒഴുകി കടലിൽ പോയേനെ. തത്തപ്പെണ്ണെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും നിനക്ക് പ്രത്യുപകാരം ചെയ്യും. പ്രത്യുപകാരം ചെയ്യുന്നു നീയോ? തിരിപ്പോന്നേ കുഞ്ഞുറുമ്പ്. ആകാശത്തു കൂടി പറക്കാൻ പോലും കഴിവുള്ള തത്തപ്പനെ തിരിച്ചു സഹായിക്കുമെന്നു വെറുതെ തമാശ പറയല്ലേ കുഞ്ഞുറുമ്പേ? എന്നാറക്കണ്ണ, ഇങ്ങനെ ആരെയും പരിഹസിക്കരുത്. കുഞ്ഞുറുമ്പേ, ഇന്നു മുതൽ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും. ഇത്രയും പറഞ്ഞ് തത്തമ്മ പറന്നുയർന്നു. അണ്ണാറക്കണ്ണൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു വേടൻ കടന്നു വന്നു. ഇരയെ തേടി വന്ന വേടൻ അവിടെ എല്ലാം പരതി നടന്നു. അപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മ വേടന്റെ കണ്ണിൽപ്പെട്ടത്. ആ സമയം അതുവഴി ധാന്യവും ശേഖരിച്ചു വന്ന കുഞ്ഞനുറുമ്പിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഈ വേടൻ പാവം തത്തപ്പെണ്ണിനെയാണല്ലോ ലക്ഷ്യമിക്കുന്നത്. എങ്ങനെയും അതിനെ രക്ഷിക്കാൻ ഒരു ഉപായം കണ്ടെത്തണം. ഉറുമ്പ് വേഗം വേടന്റെ കാൽ ചുവട്ടിലെത്തി അവന്റെ കാലിൽ ആഞ്ഞു കടിച്ചു. എന്തായാലും തത്തപ്പെണ്ണിനെ രക്ഷിക്കാനായി. കുഞ്ഞിനോടുമ്പേ നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ ഞാൻ പരിഹസിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല ചങ്ങാതി. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. പോ, ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോയിക്കണ്ട. പോ പോ. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാ. എന്നെ കളിയാക്കുവാനോ നീ? നിന്നെക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി. കണ്ടോ? ഹോ, എന്തൊരു വേഗത. അമ്പടി, എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്. ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കേ. കിട്ടുണ്ണി, കിട്ടുണ്ണി. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ, ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനെ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം.
ഏയ് ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. ആ, പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാർ ഇങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. ബൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നിർത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ല മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ആ, മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ, മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ.